ഹായ് ഗൈസ്, വെൽക്കം ടു ടെക് ന്യൂസ് എപ്പിസോഡ് 3. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ കാണാൻ പോവുകയാണ്. ഒരു ടോയ്ലറ്റ് മേക്കിംഗ് കമ്പനി AI-യിൽ ഒരുപാട് പൈസ ഉണ്ടാക്കിയിരിക്കുകയാണ്. iPhone 18 Proൻ്റെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ലീക്ക് ആയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ChatGPTയുടെ ഒരു പുതിയ ഫോൺ ഇറങ്ങാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ന്യൂസ്, ടോട്ടോ എന്ന് പറയുന്ന ഒരു ക്ലോസറ്റ് മാനുഫാക്ചറിങ് കമ്പനി AI ബൂമിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിശ്വസിക്കാൻ കുറച്ച് പാടാണെങ്കിലും അതാണ് ഇന്നത്തെ റിയാലിറ്റി. ഇപ്പോൾ ഈ ടോട്ടോ എന്ന് പറയുന്ന ബ്രാൻഡ് ഹൈ എൻഡ് ടോയ്ലറ്റ്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പോൾ ഹൈ എൻഡ് ടോയ്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റഡ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്ന, സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്ലോസറ്റാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹൈ എൻഡ് ക്ലോസറ്റ് ഉണ്ടാക്കുമ്പോൾ അവരത് സെറാമിക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ സെറാമിക്കിൽ അവർക്ക് ഒരുപാട് എക്സ്പെർട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവർക്ക് ഈ ഒരു സെറാമിക്കിൽ എക്സ്പെർട്ടീസ് ഉണ്ടാകുന്ന നേരത്താണ് AI-ൻ്റെ ബൂം ഉണ്ടാകുന്നത്. AI-ൻ്റെ ബൂം ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് സ്റ്റോറേജ്, റാം, SoC ഇതിനൊക്കെയുള്ള ഡിമാൻഡ് കൂടുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് സിലിക്കൺ വേഫർ ഇങ്ങനെ നേരെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്മ വെച്ചിട്ടാണ് ഈ ഒരു റാമും SoCയും സ്റ്റോറേജും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സിലിക്കൺ ഇങ്ങനെ വെക്കുന്നില്ലേ, അത് ഭയങ്കര ആറ്റോമിക് ലെവൽ പ്രിസിഷനിൽ വേണം അത് വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഈ ഒരു SoCയും റാമും സ്റ്റോറേജും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും. അപ്പോൾ ഈ ഒരു പ്രിസിഷന് വേണ്ടിയിട്ട് സിലിക്കൺ വേഫറിൻ്റെ തൊട്ട് താഴെ അവരൊരു സെറാമിക് പ്ലേറ്റ് വെക്കും. ഈ സെറാമിക് പ്ലേറ്റ് ആണ് ഈ ടോട്ടോ എന്ന് പറയുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എത്രത്തോളം അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സെറാമിക് പ്ലേറ്റിന് അറ്റോമിക് ലെവൽ പ്രിസിഷൻ ഉണ്ടാവും. അത്രയും കറക്റ്റായിട്ടായിരിക്കും ഈ വേഫേഴ്സ് അങ്ങനെ വെക്കാൻ പറ്റുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് പ്ലാസ്മ കൊണ്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ ഒരു സിലിക്കൺ വേഫറിൽ ഈ പറയുന്ന സ്റ്റോറേജും റാമും SoCസും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്മയുടെ ആ ഒരു ഇമ്പാക്റ്റും കൂടി താങ്ങുന്ന പോലത്തെ ഒരു പ്ലേറ്റ് വേണം ഈ താഴെ നിൽക്കുന്നത്. അതും ഈ സെറാമിക് പ്ലേറ്റിന് പറ്റും. ഇപ്പോൾ ലോകത്തിലാകെ 2-3 കമ്പനീസൊക്കെ ഈ ഒരു സാധനം പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിലൊന്നാണ് ഈ ടോട്ടോ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ AI-ൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ സെറാമിക് പ്ലേറ്റിൻ്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെറാമിക്കൽ ക്ലോസറ്റ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉണ്ടാക്കുന്ന ടോട്ടോ എന്ന് പറയുന്ന കമ്പനിയുടെ വാല്യൂ വല്ലാതെ അങ്ങ് കൂടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് ഈ AI യുഗത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എവിടെ നിന്നാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുക, എന്ത് രീതിക്കാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുക നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ന്യൂസ് കൊടുക്കാം, നിങ്ങൾ പോയി വായിച്ചു നോക്കുക. ഇനി രണ്ടാമത്തെ ന്യൂസ്, ChatGPT ഒരു പുതിയ ഫോൺ ഇറക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ കുറച്ച് ലീക്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച കുറച്ചുകൂടി കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർ MediaTekൻ്റെ കസ്റ്റം മെയ്ഡ് ചിപ്പാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതുകൂടാതെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള LPDDR6ൻ്റെ റാമും അതേപോലെ തന്നെ UFS 5.1 സ്റ്റോറേജുമാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് ദി അബ്സല്യൂട്ട് ബെസ്റ്റ് എന്ന് പറയാം. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോക്കൽ AI റൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോണിലുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ ഈ ഒരു ഫോണിൽ ഡ്യുവൽ NPU ആണ് വരുന്നത്. ഡ്യുവൽ NPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലൊക്കെ AI ടാസ്ക് ചെയ്യുന്നില്ലേ, ഈ AI ടാസ്ക് ചെയ്യുന്നത് NPU എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കോർ കൊണ്ടാണ്. ഈ ഒരു സ്പെഷ്യൽ കോർ സാധാരണഗതിയിൽ എല്ലാ ഫോണിലും ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. പക്ഷേ ChatGPTയുടെ ഈ ഒരു ഫോണിൽ 2 എണ്ണം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് മൾട്ടിപ്പിൾ ടാസ്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ടായിരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇവർ ഈ ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം AI ഫോൺ ആകുമ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഫോണിന് അറിയുമായിരിക്കും. അവിടെയാണ് അവരിപ്പോൾ 2 കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് PKVM എന്ന് പറയും, 2 ഇൻലൈൻ ആൻഡ് ഹാഷിംഗ് എന്ന് പറയും. എന്താണ് PKVM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു ഫോണിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവില്ലേ, ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടാതെ ഒരു വെർച്വൽ മെമ്മറി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പുറത്തുണ്ടാവും. ഈ പുറത്തുണ്ടാവുന്ന ഈ ഒരു സ്ഥലത്തിനാണ് നമ്മൾ PKVM എന്ന് പറയുന്നത്. അതായത് പ്രൊട്ടക്റ്റഡ് കേർണൽ വെർച്വൽ മെമ്മറി എന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റകളും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ, നാളെ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തെങ്കിലും ഒരു വൈറസ് കാരണമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റാക്ക് കാരണമോ കോംപ്രമൈസ്ഡ് ആയിക്കഴിഞ്ഞാലും അവർക്ക് ഈ PKVM എന്ന് പറയുന്ന ഈ ഒരു വെർച്വൽ മെമ്മറിയുടെ ഉള്ളിലേക്ക് അവർക്ക് ആക്സസ് കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ നോക്കാൻ നേരത്ത് ഈ ഒരു AI ഫോണിൽ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് ഈ ഒരു PKVM എന്ന് പറയുന്ന ഒരു വെർച്വൽ മെമ്മറിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ അത് ഭയങ്കര നല്ലൊരു അഡ്വാൻസ്മെൻ്റ് ആണ് നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യം, PKVMൻ്റെ ഉള്ളിലേക്ക് ഡാറ്റ പോകണമല്ലോ. ഈ ഡാറ്റ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ്. ഈ പോകുന്ന ഡാറ്റയിൽ എന്തെങ്കിലും ഒരു ബഗ്ഗോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റാക്കോ ഉണ്ടെങ്കിൽ ഈ PKVM കോംപ്രമൈസ്ഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനാണ് ഇൻലൈൻ ആൻഡ് ഹാഷിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവർ യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് നേരെ ഈ PKVMലേക്ക് പോകുന്ന ആ ഒരു ഡാറ്റ ഉണ്ടല്ലോ, ആ ഒരു ഡാറ്റയ്ക്ക് ഒരു ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവും. അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ഡാറ്റ ആരെങ്കിലും ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഫിംഗർ പ്രിൻ്റ് മാറുകയും അവരത് അവിടെ ചെക്ക് ചെയ്യാൻ നേരത്തെ ഈ സെയിം ഫിംഗർ പ്രിൻ്റ് അല്ല എന്നാണെങ്കിൽ ഈ ഡാറ്റയ്ക്ക് ഈ വെർച്വൽ മെമ്മറിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല.
അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സെക്യൂർഡ് ആയിട്ടായിരിക്കും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുക. ഇപ്പോൾ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഫോൺസിൽ ഫിംഗർ പ്രിൻ്റ് ഒക്കെ സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫേസ് ഐ ഡി സേവ് ചെയ്യുന്നതൊക്കെ ഇതുപോലത്തെ ഒരു ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. ചിലതിന് അതിൻ്റേതായിട്ടുള്ള ചിപ്പ് ഉണ്ടാവും, ആ ചിപ്പിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഒരു ഡാറ്റ ഉണ്ടാവുക. അല്ലാത്ത സമയത്ത് ഇതേപോലെ PKVM എന്ന് പറയുന്ന വെർച്വൽ മെമ്മറിയാണ് ഉണ്ടാവുക, ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വെർച്വൽ മെമ്മറി. ഇനി എന്തുകൊണ്ടാണ് ChatGPTയുടെ ഫോണിന് ഇറങ്ങുന്നതിന് മുമ്പേ ഒരു തീരുമാനമായി എന്ന് പറയാം. ഈ കഴിഞ്ഞ ദിവസം Android 17 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ Android 17 ജെമിനൈ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ഫോം ഓഫ് AI കൂടിയിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ജെമിനൈ ഇൻ്റലിജൻസിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ ChatGPT ഫോൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ലീക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ChatGPT ഫോൺ ഇല്ലാതെ തന്നെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗൂഗിൾ ഫോൺസിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ജെമിനൈ ഇൻ്റലിജൻസിൻ്റെ ഒരു ഗുണം. രണ്ടാമത്തെ കാര്യം, അവർ ഈ പറയുന്ന പോലത്തെ PKVM-ഉം അതേപോലെ ഇൻലൈനിങ്ങും ഹാഷിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ജെമിനൈ ഇൻ്റലിജൻസും വർക്ക് ചെയ്യുന്ന രീതി. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും സെയിം ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ തന്നെയാണ് നമ്മൾ ഈ ഒരു ജെമിനൈ ഇൻ്റലിജൻസിൽ നമുക്ക് കിട്ടുന്നത്. ഇത് കൂടാതെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഏകദേശം ഈ ഒരു ChatGPTയുടെ ഫോണിന് സിമിലർ ആയിട്ടായിരിക്കും ഇനി വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട് നമ്മൾ ChatGPTയുടെ ഫോൺ തന്നെ വാങ്ങണം, നമ്മൾ ഗൂഗിളിൻ്റെ ഫോൺ, വേറെ ആൻഡ്രോയിഡ് ഫോണുകൾ വാങ്ങാതെ ChatGPTയുടെ ഫോൺ തന്നെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു വേർതിരിവൊന്നും നമുക്ക് ആ ഒരു ഫോണിൽ ഉണ്ടാവില്ല. ChatGPTയുടെ ഫോൺ ഇറങ്ങാൻ നേരത്ത് തന്നെ എത്ര പേര് ട്രൈ ചെയ്യുന്നു അതിലൊക്കെ ഒരു അൺസർട്ടനിറ്റി എന്തായാലും ഇനി തൊട്ടുണ്ടാവും. അവർ പറഞ്ഞിരിക്കുന്നത് അവർ 30 മില്യൺ ആണ് അവരുടെ ടാർഗറ്റ്, അവരുടെ ഫസ്റ്റ് ഇയറിലെ സെയിൽ എന്ന്. പക്ഷേ ഈ ഒരു സാധനം വന്നതുകൊണ്ട്, ജെമിനൈ ഇൻ്റലിജൻസ് വന്നതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കിക്കാണാം എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. ഇനി മൂന്നാമത്തെ ന്യൂസ്, ആപ്പിൾ ഇപ്പോൾ ഡിസ്കഷനിലാണ് ഇൻ്റലിൻ്റെയും സാംസങ്ങിൻ്റെയും കൂടെ. അതായത് ആപ്പിളിൻ്റെ കുറേയധികം ചിപ്സെറ്റ്സ് ഇനി ഇൻ്റലിൻ്റെ ഫാബിലും സാംസങ്ങിൻ്റെ ഫാബിലും US മാനുഫാക്ചർ ചെയ്യുന്നു. ഇതിൻ്റെ റീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. നാളെ ചൈന തായ്വാനിനെ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ TSMCയിൽ നിന്ന് പിന്നെ ചിപ്സെറ്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ US ഗവൺമെൻറ് അവരുടേതായിട്ടുള്ള ചിപ്പ് മാനുഫാക്ചറിങ് പുഷ് ചെയ്യാനും നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് US ഗവൺമെൻറ് ആപ്പിളിനോട് പറഞ്ഞത് ഇൻ്റലിൻ്റെ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ പുതിയ മാനുഫാക്ചറിങ് രീതി അവരൊന്ന് ട്രൈ ചെയ്യാനും അതേപോലെ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഒരു മാനുഫാക്ചറിങ് രീതി അവരുടെ അപ്കമിങ് ആയിട്ടുള്ള ചിപ്സെറ്റ്സിൽ യൂസ് ചെയ്യാനുമാണ് US ഗവൺമെൻറ് ആപ്പിളിനെ പുഷ് ചെയ്യുന്നത്. ഇപ്പോഴും TSMCയുടെ മാനുഫാക്ചറിങ് രീതി തന്നെയാട്ടോ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള മാനുഫാക്ചറിങ് രീതി. പക്ഷേ ഒരു കമ്പയറബിൾ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ് ഇപ്പോൾ ഇൻ്റൽ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിന് ആപ്പിളിന് ഒരു NDA എഗ്രിമെൻറ്റ് പ്രകാരം, അതായത് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് പ്രകാരം ആക്സസും ഉണ്ട്. ആപ്പിൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചിപ്സെറ്റ് ഈ ഒരു ഇൻ്റൽ മാനുഫാക്ചർ ചെയ്ത എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട്. ഇൻ്റലിൻ്റെ 18A എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് രീതിയാണ് ഇപ്പോൾ ആപ്പിളിന് ആക്സസ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ അവരുടെ ചിപ്സെറ്റ് 1.8 നാനോമീറ്ററിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. TSMCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്നത് 2 നാനോമീറ്ററിലാണ്. പക്ഷേ എന്നാലും TSMCയുടെ അത്ര പെർഫോമൻസ് ഈ ഒരു 1.8 നാനോമീറ്ററിലുള്ള ചിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു റൂമർ. പക്ഷേ കമ്പയറബിൾ പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ ആപ്പിൾ മോസ്റ്റ് പ്രോബബ്ലി അവരുടെ ഐഫോൺ, ഐപാഡ്, അതേപോലെ തന്നെ അവരുടെ ലോവർ റേഞ്ച് ഓഫ് M സീരീസ് പ്രൊസസ്സർ ഇതൊക്കെ ഇൻ്റലിൻ്റെ ഫാബിലായിരിക്കും ഇനി മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇതിന് ഈ പൊളിറ്റിക്കൽ റീസൺസ് അല്ലാണ്ട് വേറെയും കുറച്ച് റീസൺസ് ഉണ്ട്. ഓൾറെഡി NVIDIA, AMD, ക്വാൾകോം എന്നീ കമ്പനീസ് ഒക്കെ തന്നെ TSMCയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാബ് എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആപ്പിളിന് ഈ ഒരു അഡ്വാൻസ്ഡ് ഫാബിലേക്ക് ഒരു ആക്സസ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പിൾ ഒരു ആൾട്ടർനേറ്റീവ് നോക്കാൻ നേരത്ത് ആപ്പിൾ ഇൻ്റലിലേക്ക് മാറുകയെന്ന് കൂടി നമുക്ക് പറയാം. ഇൻ്റലാണെങ്കിലും ഒരുപാട് കൊല്ലം സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു കമ്പയറബിൾ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് രീതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്ക് അവർ 14A, അതായത് 1.4 നാനോമീറ്ററിൻ്റെ ഒരു പ്രോസസ്സും കൂടിയിട്ട് അവർ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. TSMCയും വരുന്നുണ്ട് 1.4 നാനോമീറ്ററിൻ്റെ ഒരു പ്രോസസ്സ് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പിളിന് ഇനി ഫ്യൂച്ചറിലേക്കും വേണമെങ്കിൽ ഇൻ്റലിൻ്റെ അടുത്ത് തന്നെ ചിപ്സെറ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു സ്കോപ്പും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ആപ്പിളിൻ്റെ ഒരു സ്കെയിൽ നോക്കാൻ നേരത്തെ ആപ്പിൾ ഒരു നല്ലൊരു കസ്റ്റമറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ വേണമെങ്കിൽ ഇൻ്റലിൻ്റെ ഫാബ് ഉള്ളതുകൊണ്ട് TSMCൻ്റെ അടുത്ത് ആപ്പിളിന് നെഗോഷിയേറ്റ് ചെയ്യുക പ്രൈസസ്. കാരണം രണ്ടും കമ്പയറബിൾ ആണെങ്കിൽ TSMCൻ്റെ അടുത്ത് പ്രീമിയം കൊടുക്കേണ്ട കാര്യം ആപ്പിളിനില്ല. അപ്പം അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. പിന്നെ അത് മാത്രമല്ല US ഗവൺമെൻറ് പുഷ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ ഈ ഒരു US മാനുഫാക്ചേർഡ് ഫാബ് വേണമെന്ന് പറഞ്ഞിട്ട്. ഇൻ്റലിൽ ഏകദേശം US ഗവൺമെൻറ് 10% ഷെയർ ഹോൾഡിംഗ് ആണുള്ളത്. അതായത് ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ ഇൻ ഇൻ്റൽ എന്ന് പറഞ്ഞാൽ അത് US ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ US ഗവൺമെൻറ് എന്തായാലും US കമ്പനീസിനെ എന്തായാലും പുഷ് ചെയ്യും ഈ ഒരു ഇൻ്റൽ ഫാബ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ നല്ലത് ഇൻ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ്. കാരണം
ഇൻ്റലിന് ആപ്പിളിനെ പോലത്തെ ഒരു ക്ലയൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള മേജർ ക്ലയൻസായ എൻവിഡിയും ക്വാൾകോമും AMD ഒക്കെ ചിലപ്പോൾ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ആപ്പിൾ അത്ര നല്ലതാണെങ്കിൽ മാത്രമേ അത് ചൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പിൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും എന്തായാലും അതിൻ്റെ പുറകെ പോരുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി കാണാം ഇനി എന്താ സംഭവിക്കുന്നതെന്ന്. കാരണം അപ്പം TSMCയുടെ നോഡ് ഉണ്ടാവും, സാംസങ്ങിൻ്റെ നോഡ് ഉണ്ടാവും ആൻഡ് ഇൻ്റലിൻ്റെ നോഡും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 3 കോമ്പീറ്റിംഗ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിപ്സെറ്റ്സിൻ്റെ ഒക്കെ പൈസ കുറച്ചെങ്കിലും ഒന്ന് കുറയുമായിരിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് ഗൂഗിളിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ആരോടും പറയാതെ എല്ലാവരുടെ ലാപ്ടോപ്പിലേക്കും 4 GB അവരുടെ ഒരു ജെമിനൈ നാനോ മോഡൽ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മോഡൽ അവർ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ക്രോമിൽ AI ഫീച്ചേഴ്സ് കൊടുക്കാനാണ്. പക്ഷേ അങ്ങനെ ഫീച്ചേഴ്സ് കൊടുക്കാനാണെങ്കിൽ പോലും ഇത് യൂസറിൻ്റെ കൺസെൻറ്റ് ഇല്ലാണ്ട് അവർ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ 4 GB ഈ ഒരു മോഡലിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ 4 GB നിങ്ങൾ അറിയാതെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ നിങ്ങളിത് ഡിലീറ്റ് ആക്കിയാൽ ഗൂഗിൾ വീണ്ടും ഇത് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഇത് നിർത്താനായിട്ടൊരു മെത്തേഡ് ഉണ്ട്, പക്ഷേ അത് കുറച്ച് വളഞ്ഞ രീതിയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾ നിങ്ങളുടെ ക്രോമിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ലാപ്ടോപ്പിലും ഈ ഒരു മോഡൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളത് ഡിലീറ്റ് ആക്കണമെങ്കിൽ ഡിലീറ്റ് ആക്കിയ ശേഷം ഞാൻ ഈ കാണിക്കുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ ഡൗൺലോഡ് ആവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം മൊത്തത്തിൽ ഡിലീറ്റ് ആക്കണം. അങ്ങനെയാണെങ്കിലും ഈ ഒരു ജെമിനൈ മോഡൽ ഡൗൺലോഡ് ആവില്ല. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പേരെടുത്ത് കൺസെൻറ്റ് ഇല്ലാണ്ട് ഒന്ന് ഗൂഗിൾ ഈ ഒരു മോഡൽ പുഷ് ചെയ്യുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്രയും പേർക്ക് ഇത്ര ഡാറ്റ പുഷ് ചെയ്യുന്നത് കൊണ്ട് അത് ക്ലൈമറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചുമാണ് പറയുന്നത്. പിന്നെ ഗൂഗിൾ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും. AI അല്ലേ, ഉപയോഗം വരില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഈ ഫീച്ചേഴ്സ് തരുന്ന ബാക്കിയുള്ള ബ്രൗസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരും ഏകദേശം ഇതുപോലെ തന്നെയാട്ടോ വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഇത് ആൾക്കാർക്ക് ഒരു ട്രാൻസ്പെറൻസി ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇനി അടുത്തത് ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യമാണ്. ഇൻസ്റ്റാഗ്രാം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നിർത്തിയിരിക്കുകയാണ് അവരുടെ ചാറ്റിൽ. പിന്നെ തൊട്ട് നിങ്ങൾ അയക്കുന്ന മെസ്സേജസ്, വീഡിയോസ്, ഓഡിയോസ് ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉള്ളിലുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ എംപ്ലോയീസിന് ഇതൊക്കെ വായിക്കാനും കാണാനും ഒക്കെ പറ്റും. ഈ ഒരു ഡാറ്റയൊക്കെ അവർ പോലീസിന് കൈമാറാനും സാധ്യതയുണ്ട്. ഈവൻ ഇഫ് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. ഇൻസ്റ്റാഗ്രാം പറയുന്നത് ഇതവർ കൊണ്ടുവന്നത് കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇതിന് ലോബി ചെയ്തുകൊണ്ടിരുന്നു കുറേ ഈ ഒരു ചിൽഡ്രൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഓർഗനൈസേഷൻസൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൈവസി നൈറ്റ്മെയർ ആയിരിക്കും. കാരണം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓണർ മെറ്റയാണ് ഏറ്റവും കൂടുതൽ പ്രൈവസി വയലേഷൻ ചെയ്യുന്ന ഒരു കമ്പനി. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പനി എൻക്രിപ്ഷൻ ഇല്ലാതെ ഒരു ചാറ്റ് കൊടുക്കാൻ നേരത്ത് അവരുടെ എംപ്ലോയീസിനൊക്കെ ഇതൊക്കെ വായിക്കാൻ പറ്റുന്നുള്ള രീതിയാണെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് വരും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇനി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യാം. നിങ്ങൾ അയച്ച മെസ്സേജസും നിങ്ങൾ അയച്ച വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസൊക്കെ നിങ്ങൾക്കെതിരെ തന്നെ നാളെ കോടതിയിൽ വേണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ഈ അയക്കുന്നതൊക്കെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം, കേട്ടോണ്ടിരിക്കാം. മെറ്റയിൽ ഇത് നാളെ ലീക്ക് ആവാനും സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത് എൻക്രിപ്റ്റഡ് അല്ലാത്തൊരു ഡാറ്റയാണ്. നാളെ ഇത് ലീക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പല ഇഷ്യൂസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ കാര്യം കൂടി ആലോചിച്ചിട്ട് വേണം ഇനി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാനായിട്ട്. ഇനി ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള iPhone 18 Proയുടെ ന്യൂസാണ്. ആപ്പിൾ അവരുടെ ക്യാമറ കൺട്രോൾ ബട്ടണിൽ നിന്ന് അവരുടെ കപ്പാസിറ്റീവ് ലെയർ ഒഴിവാക്കാൻ പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി തൊട്ട് അത് ജസ്റ്റ് ഒരു 2 സ്റ്റേറ്റ് ഷട്ടർ ബട്ടൺ മാത്രമായിരിക്കും. അതിലിങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുക, ലെൻസ് മാറ്റുക, അങ്ങനെയുള്ള പരിപാടികളുണ്ടല്ലോ, ഇതൊക്കെ തന്നെ ആപ്പിൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ആപ്പിളിന് മനസ്സിലായി ആരും തന്നെ ഈ ഫീച്ചേഴ്സൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇതുകൂടാതെ തന്നെ എല്ലാ കളേഴ്സും ലീക്കായിട്ടുണ്ട്. ആപ്പിൾ അവരുടെ C2 മോഡമാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. A20 Proയുടെ ചിപ്സെറ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആപ്പിൾ ഇക്കൊല്ലം ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഈ ഒരു ഡിസൈൻ്റെ റിഫൈൻമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു ചെറിയ ഡൈനാമിക് ഐലൻഡ് ആയിരിക്കും ഉണ്ടാവുക. 5200 mAh ബാറ്ററി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5G ഇൻ സാറ്റലൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് സാറ്റലൈറ്റ് ത്രൂ നിങ്ങൾക്ക് 5G ആക്സസ് കിട്ടും. പിന്നെ ഇത് കൂടാതെ തന്നെ 18 Proയിൽ ഒരു ഡൗൺ ഗ്രേഡ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഡ്യുവൽ OLED ഉണ്ടാവില്ല. ഡ്യുവൽ OLED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെയർ ഓഫ് LED ഡിസ്പ്ലേസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ബ്രൈറ്റ്നസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ iPhone 18 Proയിൽ വരുന്ന ഡിസ്പ്ലേയിൽ ഡ്യുവൽ LED അല്ല, സിംഗിൾ OLED ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ചിലപ്പോൾ ബ്രൈറ്റ്നസ്സിലൊക്കെ കുറച്ച് കുറവുണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അറിയില്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് പാനലാണ് M16 പാനലാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല എത്രത്തോളമാണ് ഈ ഒരു ഡിസ്പ്ലേ ഈ ഒരു ബ്രൈറ്റ്നസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഡിഫറൻസ് വരിക എന്ന് പറഞ്ഞിട്ട്. പക്ഷേ
കളേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്, ചിപ്സെറ്റ്സ്, ക്യാമറാസ്, മോഡം ഏതാണ്, ബാറ്ററി എത്ര, എല്ലാ കാര്യങ്ങളും ഇപ്രാവശ്യം തന്നെ ലീക്ക് ആയിട്ടുണ്ട്. ഇനി പുതുതായിട്ടൊന്നും തന്നെ അങ്ങനെ അറിയാനായിട്ടില്ല. അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കൊല്ലം സാംസങ്ങിലും അവരുടെ S27 സീരീസിൽ ഡിസ്പ്ലേയിൽ ഡൗൺഗ്രേഡ് ഉണ്ടാവുകയാണ്. അവരുടെ ബേസ് മോഡലായ S27 ഇല്ലേ, അതിൽ BOEയുടെ ഡിസ്പ്ലേസ് ആണ് വരുന്നത്. BOEയുടെ ഡിസ്പ്ലേസ് അത്ര മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ BOEയുടെ ഡിസ്പ്ലേസ് സാംസങ്ങിൻ്റെ ഫോൺസിൽ ഇതുവരെ വന്നിട്ടില്ല. അതിന് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങും BOEയും ശരിക്കും പറഞ്ഞാൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റൈവൽസ് ആണ്. BOE വളരെ പെട്ടെന്നാണ് സാംസങ്ങിൻ്റെ കൂടെ അവർ സാംസങ്ങിനെ കോമ്പീറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേസ് അവർ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നീട് ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ കുറേ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അടിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ ഒരു BOE സാംസങ്ങിനോട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പുറത്ത് വന്നതോടുകൂടി BOEക്ക് ഒരു വിലക്കുണ്ടായിരുന്നു. അതായത് ഗ്ലോബലി അവർക്ക് വന്നിട്ട് അവരുടെ ഡിസ്പ്ലേസ് സെല് ചെയ്യാൻ പറ്റില്ല, US മാർക്കറ്റിൽ അവർക്ക് ആക്സസ് കിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഇവർ ഔട്ട് ഓഫ് ദ കോർട്ട് സാംസങ്ങും BOEയും കൂടി ഇത് സെറ്റിൽ ചെയ്തു. ഏകദേശം $900 million ഇവരിത് സെറ്റിൽ ചെയ്തത്. സാംസങ് ഏകദേശം $1.5 million ചോദിച്ചത്, പക്ഷേ $900 million ഇത് സെറ്റിൽ ചെയ്തു. ഈ സെറ്റിൽ ചെയ്തത് മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് BOE സെല് ചെയ്യുന്ന ഓരോ ഡിസ്പ്ലേയിലും ഒരു റോയാലിറ്റി ഫീ സാംസങ്ങിന് കൊടുക്കേണ്ടി വരും BOE. ഇങ്ങനെയുള്ള സമയത്താണ് സാംസങ് BOEയുടെ കയ്യിൽ നിന്ന് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ഇനി ഇറങ്ങാൻ പോകുന്ന ഗാലക്സി S27 ബേസ് മോഡൽ S27 BOEയുടെ ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ പോകുന്നത്. BOEയുടെ ഡിസ്പ്ലേസ് നമ്മൾ സാംസങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ് കുറച്ചുകൂടി മുകളിൽ എന്ന് നമ്മൾ പറയുക. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ S സീരീസിൽ അവർ ഈ ഒരു ഡൗൺഗ്രേഡ് കൊണ്ടുവരാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റാമിൻ്റെ SoCൻ്റെ ഒക്കെ പ്രൈസ് കൂടിയത് കൊണ്ട് തന്നെ ഇവർക്ക് ഓവറോൾ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്നാണ് സാംസങ് ഇപ്പോൾ പറയുന്നത്. ഓൾറെഡി ഒരുപാട് അപ്ഗ്രേഡ് തരാത്ത ഒരു കമ്പനിയാണ് സാംസങ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് തന്നെ ക്യാമറയിലൊന്നും മേജറായിട്ടുള്ള ഒരു അപ്ഗ്രേഡോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള ഡിസ്പ്ലേ ഡൗൺഗ്രേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ പ്രൈസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല. മോസ്റ്റ് പ്രോബ്ലി അതേ പ്രൈസ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കൂട്ടുമായിരിക്കും. അപ്പോൾ ഇനി സാംസങ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം കൂടി ആലോചിച്ചിട്ട് വേണം വാങ്ങാനായിട്ട്. ഇപ്രാവശ്യം S27 സീരീസിൽ ഒരു ബെറ്റർ ക്യാമറാസ് ഒക്കെ വരുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി എന്തായാലും ഒരു 9 മാസം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു 9 മാസത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫോൺ ഉണ്ടാവുക നോക്കാം. ഇനി വീണ്ടും ഗൂഗിളിൻ്റെ ന്യൂസാണ്. ഗൂഗിൾ പ്രൈവസീനെ ഇപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഗൂഗിൾ ക്രോമിൽ ഒരു സൈറ്റ് യൂസ് ചെയ്യാൻ നേരത്തെ, അല്ലെങ്കിൽ ഏത് ബ്രൗസറിലാണെങ്കിലും നമ്മൾ സൈറ്റ് യൂസ് ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്യാപ്ച വരുമല്ലേ, അതായത് നമ്മളിങ്ങനെ സീബ്ര ക്രോസിംഗ് സെലക്ട് ചെയ്യണം, സൈക്കിളുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ വരുന്നത് ഒരു വെരിഫിക്കേഷൻ രീതിയാണ്. നമ്മൾ റോബോട്ട് അല്ല എന്ന് പറഞ്ഞിട്ട് വെരിഫൈ ചെയ്യുന്ന പരിപാടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പുതിയൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റോബോട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗൂഗിൾ ഒരു QR കോഡ് കാണിക്കും. ഈ QR കോഡ് നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ കൊണ്ടോ അല്ലെങ്കിൽ iPhone കൊണ്ടോ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു മനുഷ്യനാണെന്ന് തീരുമാനം എടുത്തിട്ടാണ് അത് ആ സൈറ്റിന് ആക്സസ് തരിക. ഈ ഒരു QR കോഡ് അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്ചയുടെ മെത്തേഡ് ഒരുപാട് സൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ സൈറ്റ്സ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഗൂഗിളാണ് ഈ ഒരു സംഭവം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗൂഗിൾ ഈ ഒരു QR കോഡിൻ്റെ സിസ്റ്റം കൊണ്ടുവന്നപ്പം അവരൊരു ചെറിയ മാറ്റം അതിൽ കൊണ്ടുവന്നു. ആൻഡ്രോയിഡ് ഫോണിൽ ഗൂഗിൾ പ്ലേ സർവീസസ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ മാത്രമേ അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അവർ റോബോട്ട് അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രൈവസി ഫോക്കസ്ഡ് ആയിട്ടുള്ള ചില ആൻഡ്രോയിഡിൻ്റെ ചില വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗ്രാഫീൻ OS എന്നൊക്കെ പറയാം അതിന്. ഈ ഗ്രാഫീൻ OSൽ ഗൂഗിളിൻ്റെ പ്ലേ സർവീസസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടാകും. കാരണം ഗൂഗിൾ ഒരു വലിയൊരു പ്രൈവസി നൈറ്റ്മെയർ ആണ്. നമ്മുടെ എല്ലാ ഡാറ്റയും എടുത്തുകൊണ്ട് പോയിട്ട് ആ ഡാറ്റ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഗൂഗിൾ. അതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെ മേജർ ആയിട്ടുള്ള ഈ പ്ലേ സർവീസസ് പോലുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഗ്രാഫീൻ OS ഒക്കെ തരുന്നത്. ഈ ഗ്രാഫീൻ OS ഒക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്കൊക്കെ ഇതിൽ നിന്നുള്ള ആക്സസ് ഡിനൈ ചെയ്യുന്നത്, ഇത്രയും സൈറ്റുകളിൽ നിന്ന് ആക്സസ് ഡിനൈ ചെയ്യുക. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ നിർബന്ധമായിട്ടും ഗൂഗിളിൻ്റെ പ്ലേ സർവീസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയുക. അതായത് പ്രൈവസി നൈറ്റ്മെയർ ആയിട്ടുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും പറയുന്നുണ്ട്. ആ സോഫ്റ്റ്വെയർ കാരണം ഗൂഗിളിൻ്റെ ഓണർഷിപ്പിൽ ഇല്ലാത്ത പല സൈറ്റുകളുടെയും ആക്സസ് ഗൂഗിൾ കൺട്രോൾ ചെയ്യുകയാണ്.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരമ ചെറ്റത്തരാണ് അവർ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കോംപ്രമൈസ്ഡ് ആവാൻ ചാൻസസ് ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു OS ആണ് ഗ്രാഫീൻ OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മാത്രമല്ല സാധാരണക്കാരായ ചില ആൾക്കാർ ഇപ്പോൾ റൂട്ടിംഗ് കസ്റ്റം റോംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരും ഈ ഒരു ഗ്രാഫീൻ OS യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഗൂഗിൾ എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ നമ്മുടെ ലൊക്കേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെബ് ഹിസ്റ്ററി കളക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ വാങ്ങി കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റകളൊക്കെ നാളെ നമുക്കെതിരെ തന്നെ യൂസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉള്ളപ്പോഴാണ് ഗൂഗിൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത്. 2023 ഗൂഗിൾ ഇതേ ഫീച്ചർ ഇറക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് പബ്ലിക്കിൽ നിന്ന് ബാക്ക്ലാഷ് വന്നു. അതേപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും ബാക്ക്ലാഷ് വന്നു. ഇതുകൊണ്ട് തന്നെ ഗൂഗിൾ അന്ന് ഇത് ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ പുതിയ പേരിൽ അതേ സാധനം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. നോർമൽ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർ ഇത് ബാധിക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ അവരുടെ ഡാറ്റയൊക്കെ ഓൾറെഡി ഗൂഗിൾ കൊണ്ടുപോയി കഴിഞ്ഞു. ഇത് ഗ്രാഫീൻ OS പോലെയുള്ള ഹൈലി പ്രൈവസി ഫോക്കസ്ഡ് ആയിട്ടുള്ള OS ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇനി അടുത്ത ന്യൂസ്, ഇന്ത്യയിൽ ഒപ്പോയുടെയും റിയൽമിയുടെയും OnePlusൻ്റെയും കൗണ്ടർ ഫീഡ് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറി കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് അതിൽ സ്മാർട്ട് ഫോൺസ്, അതായത് കൗണ്ടർ ഫീഡ് സ്മാർട്ട് ഫോൺസും ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. സ്മാർട്ട് ഫോൺസ്, ചാർജേഴ്സ്, ഹെഡ്ഫോൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഒരു കൗണ്ടർ ഫീഡ് സ്മാർട്ട് ഫോൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള സ്മാർട്ട് ഫോൺസ് അവർ ഇറക്കുമല്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ഫീഡ് സ്മാർട്ട് ഫോൺസ് ഒന്നുമില്ല. ഇവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അൺബ്രാൻഡഡ് ചാർജേഴ്സ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഒക്കെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവർ ഇതിൻ്റെ പാക്കേജിങ് മാത്രം OnePlusൻ്റെയും ഒപ്പോയുടെയും റിയൽമിയുടെയും ഒക്കെ യൂസ് ചെയ്തിട്ട് സെല്ല് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ വാങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് ഭയങ്കര ചീപ്പായിട്ട് ഈ ഒപ്പോയുടെയും റിയൽമിയുടെയും ഇല്ലെങ്കിൽ OnePlusൻ്റെയൊക്കെ ചാർജേഴ്സ് ഇല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങാണ്ടിരിക്കുക. നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ആ ഒരു സെല്ലറിൻ്റെ റേറ്റിംഗ് കൂടി നിങ്ങൾ നോക്കുക. പ്രൊഡക്റ്റിൻ്റെ മാത്രമല്ല, ആ സെല്ലറിൻ്റെ റേറ്റിംഗ് കൂടി നോക്കുക. സെല്ലറിൻ്റെ റേറ്റിംഗ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുക. കാരണം ഒരുപാട് കൗണ്ടർ ഫീഡ് പ്രൊഡക്ട്സ് ആണ് ഇവിടുന്ന് പിടിച്ചിട്ടുള്ളത്. ഇത്രയും പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര മാർക്കറ്റിൽ ഉണ്ടാവുന്നത് തന്നെ നിങ്ങൾ ആലോചിച്ചോളൂ. ഇനി അടുത്ത ന്യൂസ്, റിലയൻസ് സ്റ്റാർലിങ്കിനെ പോലെ ഒരു ഇൻ്റർനെറ്റ് സർവീസ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുകയാണ്. ഏകദേശം 6 ടീമുകളെയാണ് അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ അവർ ഗവൺമെൻറ്റുമായിട്ട് ഇപ്പോൾ സംസാരിക്കുകയാണ്. അവർക്കൊരു ഓർബിറ്റൽ സ്ലോട്ട് വേണം, അവരുടേതായിട്ടുള്ള സാറ്റലൈറ്റ്സ് കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇൻ ദി എൻഡ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവർ സ്റ്റാർലിങ്കിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാമെന്നാണ് ഇന്ത്യയിൽ. ഇനി അഥവാ ഈ ഒരു 6 ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടും ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് കമ്പനീനെ ഇവർ വാങ്ങുന്നു, അങ്ങനെ ഒരു റൂമറുണ്ട്. ഓൾറെഡി റിലയൻസിന് മീഡിയം എർത്ത് ഓർബിറ്റിൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. പക്ഷേ അത് അവരുടെ ഓണർഷിപ്പിലുള്ള സാറ്റലൈറ്റ്സ് അല്ല, വേറൊരു കമ്പനിയുടെയാണ്. അത് വെച്ചിട്ട് അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇന്ത്യയിൽ വർക്ക് ആവുമോ എന്നൊക്കെ. 4 സ്റ്റേറ്റിലാണ് ഇവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെസ്റ്റിൽ നല്ല രീതിക്കാണ് പോകുന്നത്. പക്ഷേ മീഡിയം എർത്ത് ഓർബിറ്റിലല്ല ഇവർ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒക്കെ സാറ്റലൈറ്റ്സ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒക്കെ ഈ ഒരു ഇൻ്റർനെറ്റ് സർവീസിന് കുറച്ചുകൂടി ലേറ്റൻസി ഒക്കെ കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് റിലയൻസ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ലോ എർത്ത് ഓർബിറ്റിൻ്റെ സ്ലോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ടെക്നോളജീനെ ശരിക്കും എല്ലാ രാജ്യങ്ങളും ഒരു സ്ട്രാറ്റജിക് അസറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയൊരു ടെക്നോളജിക്ക് പുറകിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ റിലയൻസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ റിലയൻസ് 2 തൊട്ട് 4 കൊല്ലത്തിലായിരിക്കും ഈ ഒരു കാര്യം പെർഫെക്റ്റ് ചെയ്തെടുക്കുക എന്നാണ് ഇപ്പോഴത്തെ റൂമറിൽ പറയുന്നത്. ഇപ്പോൾ അവർ ടെസ്റ്റിംഗ് ഫേസിൽ യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് അല്ലേ, അത് SES എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആ സാറ്റലൈറ്റിൻ്റെ ഓണർ. അവർ ലക്സംബർഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനിയിൽ ഡിപ്പെൻഡൻസി വരാതിരിക്കാനും കൂടിയിട്ടാണ് ഇവരിപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാർലിങ്ക് കോമ്പറ്റീറ്ററിനെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ജിയോയുടെ അടിയിലാണ് ഈ ഒരു സർവീസ് വരുന്നത്. അപ്പോൾ ഇനീഷ്യലി കുറച്ച് കാലങ്ങളിലേക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കും ഈ ഒരു സർവീസ് കിട്ടുക. പിന്നീട് എല്ലാ സർവീസിനെയും പോലെ ജിയോ ഇതിനെയും കൂടി പൈസ കൂട്ടുമായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ന്യൂസ്, നമ്മൾ റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോൺസിൻ്റെ ക്യാമറാസൊക്കെ വലുതായി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൻ്റെയൊക്കെ വെയിറ്റ് വല്ലാതെ കൂടി വരികയാണ്. നമ്മൾ ശരിക്കും ഒരു അൾട്രാ സ്മാർട്ട് ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 230 ഗ്രാമോളമാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ ഒരു ക്യാമറാസ് വരുന്നതുകൊണ്ട് ഈ ഒരു ഫോൺസ് വളരെ ടോപ്പ് ഹെവി ആയിട്ടുണ്ടാകും. ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു നല്ല കാര്യമാണെങ്കിലും ബാക്കിയുള്ള ജനറൽ പബ്ലിക്കിന് അങ്ങനെയല്ല. അപ്പോൾ ഈ സമയത്താണ് ഡ്രീം അറോറ എന്ന് പറയുന്ന ഒരു കമ്പനി പുതിയൊരു കൺസെപ്റ്റുമായിട്ട് വന്നിട്ടുള്ളത്. പുതിയൊരു കൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സയോമി ഇതേപോലത്തെ ഒരു കൺസെപ്റ്റുമായിട്ട് നേരത്തെ വന്നതാണ്. ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബോഡിയും ഫോണിൻ്റെ ക്യാമറ മൊഡ്യൂളും വേറെ ആയിരിക്കും.
ക്യാമറ മൊഡ്യൂൾ നമുക്ക് വേണ്ട സമയത്ത് ഫോണിൻ്റെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒപ്പോയുടെ ഫൈൻഡ് X9 Ultra നോക്കാം. X9 Ultrയുടെ ആ ഒരു മേജർ ക്യാമറ മൊഡ്യൂളിലാണ് ഈ ഒരു ക്യാമറയുടെ ഹെഡ് നമുക്ക് അങ്ങനെ തന്നെ ഊരിയെടുത്ത് വെക്കാം. എന്നിട്ട് ഫോണിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ക്യാമറ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡെയിലി ഇപ്പോൾ ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രിപ്പിന് പോവുകയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് എടുക്കാൻ അത്രയും താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഈ ഒരു മൊഡ്യൂൾ അറ്റാച്ച് ചെയ്തിട്ട് ഡ്രീമിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് ഫോണിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ അറ്റാച്ച്മെന്റ് അല്ലാത്ത ക്യാമറയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവരൊരു കൊമേഴ്ഷ്യലായിട്ട് റിലീസ് ചെയ്യാൻ നേരത്ത് ആ ഒരു ഫോണിൽ എന്തായാലും ഒരു ക്യാമറ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്, ഈ ഒരു അറ്റാച്ച്മെന്റ് കൂടാതെ. ഈ ഡ്രീമിന്റെ കൺസെപ്റ്റ് പോലെ തന്നെ സയോമി കുറച്ചു കാലം മുമ്പ് ഒരു കൺസെപ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സയോമിയുടെ കൺസെപ്റ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി നല്ലത്. കാരണം എന്താ വെച്ചാൽ സയോമിയുടെ കൺസെപ്റ്റിൽ ഒരു നോർമൽ ഫോൺ ഉണ്ടാവും. ആ നോർമൽ ഫോണിലാണ് ഈ ഒരു അറ്റാച്ച്മെന്റ് വെക്കുന്നത്. ആൻഡ് ആ അറ്റാച്ച്മെന്റ് വെക്കുമ്പോൾ ആ അറ്റാച്ച്മെന്റ് സാധാരണ ഒരു മൊബൈൽ ക്യാമറയല്ല വെക്കുന്നത്. ഡ്രീമിൻ്റെ ഒരു മൊബൈൽ ക്യാമറയാണ്, മൊബൈൽ ക്യാമറ ജസ്റ്റ് ഡിറ്റാച്ച് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്യുന്നു, അങ്ങനെയാണ് ഡ്രീമിൻ്റെ കൺസെപ്റ്റ്. സയോമിയുടെ കൺസെപ്റ്റിൽ നമ്മളൊരു 4/3 ഇഞ്ചിൻ്റെ ഒരു സെൻസറാണ് വെക്കുന്നത്. അതായത് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിലുള്ളതിനെക്കാട്ടിലും വലിയൊരു സെൻസറാണ് വെക്കുന്നത്. അതുകൂടാതെ തന്നെ അതിന് വലിയ ലെൻസുമാണ് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് മാക്സേഫ് പോലെയാണ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു നോർമൽ ഒരു ക്യാമറാസ് ഉണ്ടാകും. അതായത് ഒരു അൾട്രാ വൈഡ് ആംഗിൾ, നോർമൽ ആസ് വെൽ ആസ് സൂം ക്യാമറ നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് കൂടാതെയാണ് ക്യാമറയിൽ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കായിട്ടാണ് ഈ ഒരു അറ്റാച്ച്മെന്റ് വരുന്നത്. അത് കുറച്ചുകൂടി അത് സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഡ്രീമിന്റെ കൺസെപ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മൊബൈൽ ക്യാമറയാണ് മാറ്റുന്നത്, അഡീഷണൽ ആയിട്ടൊന്നും കിട്ടുന്നില്ല. സയോമിയിൽ അത് മാറ്റുന്നില്ല. നോർമൽ ഒരു നമ്മുടെ ഒരു iPhone 17 മാക്സേഫിൽ ഒരു അറ്റാച്ച്മെന്റ് ക്യാമറ ലെൻസും കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് സയോമിയുടെ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ കൺസെപ്റ്റുകൾ വരുന്നത് കൊണ്ട് നമ്മൾ കൺസ്യൂമേഴ്സിന് തന്നെയാണ് നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ ഈ റീസെൻ്റ്ലി ഇറങ്ങിയ സ്മാർട്ട് ഫോൺസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ടെലി ലെൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് തന്നെ ഏകദേശം 30,000-40,000 രൂപ അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ആക്ച്വൽ ക്യാമറ തന്നെ വാങ്ങാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് പോവുക നമുക്കറിയില്ല. ആൻഡ് ഇത് വലിയ ബ്രാൻഡ്സ് ആരും ഏറ്റെടുത്തില്ലെങ്കിൽ ഈ ഒരു കാര്യം ഒരിക്കലും മെച്ചൂർഡ് ആവില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.